ഇന്ന് നമ്മൾ പഠിക്കാനായി ആഗ്രഹിക്കുന്നത് ഗിവിങ് വിത്തൗട്ട് കൗണ്ടിങ് ദ കോസ്റ്റ്, അഥവാ വില നോക്കാതെ നൽകുക എന്ന വിഷയമാണ്. വില നോക്കാതെ, വിലയിടാതെ ദൈവത്തിന് വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും വില നിർണ്ണയിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യന് കൊടുത്തിട്ടുള്ള ദൈവം നൽകിയ വിലയെ മാത്രം പലപ്പോഴും വിലമതിച്ച് കാണാറുമില്ല. നമ്മളൊരു സാധനം വാങ്ങാനായിട്ട് പോയാൽ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഓരോ ചെറിയ സാധനത്തിൻ്റെയും വില നോക്കും. നമ്മളൊരു 100 രൂപ കൊണ്ടാണ് ഒരു മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങാനായിട്ട് പോകുന്നതെങ്കിൽ ആദ്യം പോയി മാർക്കറ്റിൽ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വില, ആ സാധനത്തിന് എത്രയാണ് എന്ന് നമ്മൾ ചോദിക്കും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള കാശ് മതിയാകുമോ അത് വാങ്ങാൻ എന്നതിനനുസരിച്ച് നമ്മൾ നിർണ്ണയിക്കും ഈ സാധനം വാങ്ങണമോ വേണ്ടയോ എന്ന്. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് 100 രൂപയാണ്. നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധനത്തിൻ്റെ വില 100-ന് മുകളിലാണ് എങ്കിൽ നമ്മൾ പതിയെ പറയും തൽക്കാലം വേണ്ട എന്ന് നമ്മൾ പറയും. കാരണം നമ്മുടെ കയ്യിലുള്ളതിൻ്റെ മൂല്യം എത്രയാണ് എന്ന് നമുക്കറിയാം. ഇന്നാണെങ്കിൽ മറ്റൊരു രീതിയിലേക്കാണ് മനുഷ്യൻ മാറിയിരിക്കുന്നത്. നമ്മളൊരു സാധനം വാങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ പലരും കാശ് നോക്കാറില്ല, എത്ര രൂപയാണെന്ന് പോലും നോക്കാറില്ല. നമ്മളൊരു കടയിൽ പോകും, ഒരു ബാസ്ക്കറ്റിലോട്ട് അതെല്ലാം നമ്മൾ എടുത്തിടും. ഏറ്റവും ഒടുവിൽ പറയുന്ന കാശ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ കാർഡോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റോ നടത്തിയിട്ട് നമ്മൾ വരും. എന്താണ് ഈ 2 കാലഘട്ടത്തിലും നമുക്ക് സംഭവിച്ച വ്യത്യാസം? ഒരു കാലത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാശിന് വലിയൊരു വില നമ്മൾ കൽപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ വലിയൊരു ഉയർച്ച ദൈവം നൽകിയപ്പോൾ അത് നമുക്ക് അത്ര വിലയുള്ള ഒരു കാര്യമൊന്നും അല്ല. ഇനി ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതവും. നമ്മളും ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിന് നമുക്ക് വലിയ വില കൽപ്പിച്ചിരുന്നവരാണ്. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വില മറന്ന് ജീവിക്കുന്നവരുമാണ്. ഒരു ഘട്ടത്തിൽ നമ്മുടെ വില നമുക്കറിയാമായിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ വില സമൂഹത്തിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കാതെ ജീവിക്കുന്നവരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ കൂടെയും എങ്ങനെയാണ് ദൈവം തൻ്റെ ജീവിതത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി പെരുമാറിയ ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി ശ്രമിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ സ്നേഹത്തോടും ആദരവോടും അതീവ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിനയത്തോടെ നമ്മൾ വിളിക്കുന്ന അബ്രഹാം പിതാവാണ്. അബ്രഹാം പിതാവ് ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ തൻ്റെ ജീവിതത്തെയും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും എങ്ങനെയാണ് വിലയുള്ളതായി കാണാനായി ശ്രമിക്കുന്നത്. അങ്ങനെ വിലയുള്ളതായി കാണാനായി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തുമാത്രം വിലയുള്ളതായി മാറ്റപ്പെട്ടു. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചുരുക്കമായി പഠിക്കും. ആ അധ്യായം നമ്മൾ പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അബ്രഹാമിനെയും ലോത്തിനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയാണ്. അബ്രഹാമും ലോത്തും ഒരു സ്ഥലത്ത് ഒരുമിച്ച് പാർക്കുന്നു. ദൈവം എല്ലാ മേഖലകളിലും അവർ അധ്വാനിച്ച എല്ലാ സമൃദ്ധിയും അവർക്ക് നൽകി. ദൈവം അവരെ ദേശത്ത് മാനിച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ അവർക്ക് സമ്പത്ത് വർദ്ധിച്ചു, എല്ലാ നന്മകളും പെരുകി വന്നു. അങ്ങനെ ഇരിക്കെ ഇവരുടെ 2 പേരുടെയും ഇടയന്മാർ തമ്മിൽ, അല്ലെങ്കിൽ ഇവരുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ചില ഉരസലുകൾ ഉണ്ടാകുകയാണ്. ഒരുമിച്ച് അവർക്ക് അവിടെ പാർക്കുവാനായി സാധിക്കുന്നില്ല. അന്നുവരെ ദൈവം നൽകിയ നന്മകളിലൂടെ അവരുടെ വില മനസ്സിലാക്കി ജീവിച്ചവരായിരുന്നു അവർ. ഈ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അവർക്ക് നൽകിയതാണെന്നുള്ള വിശ്വാസം അബ്രഹാമിനും ഉണ്ടായിരുന്നു, ലോത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദൈവമാണ് ഈ നന്മകളെല്ലാം നൽകിയത്. അതിൽ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ സ്നേഹം എന്ന കൽപ്പന അവർ മറന്നുപോയി. അതാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനായി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വില അവർ മറന്നുപോയി. ദൈവം നമുക്ക് പല അനുഗ്രഹങ്ങളും നന്മകളും നൽകുമ്പോൾ നമുക്കതിൻ്റെ വില പലപ്പോഴും മനസ്സിലാക്കാനായി കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ്.
ജീവിതത്തിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നല്ല സാഹോദര്യ ബന്ധത്തിൽ ഒരുമിച്ച് പാർത്തിരുന്നതാണ് ഈ രണ്ട് കുടുംബങ്ങളും. എന്നാൽ ഒരു പരിധിക്ക് മുകളിൽ ദൈവം അനുഗ്രഹങ്ങളും നന്മകളും നൽകി വർദ്ധിപ്പിക്കുമ്പോൾ സഹോദര ബന്ധങ്ങളുടെ വില ഇന്ന് പലരും മറന്നു പോവുകയാണ്. നമ്മൾ ഓർക്കുക, എത്ര കുടുംബങ്ങൾക്കുള്ളിലാണ് നല്ല സഹോദര ബന്ധങ്ങൾ ഇന്ന് ഉള്ളത്? എത്ര കുടുംബങ്ങൾക്കുള്ളിലാണ് ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്? ദൈവം സ്നേഹബന്ധങ്ങളെയും കുടുംബങ്ങൾക്കുള്ളിലുള്ള ഐക്യതയും ദൈവം ഏറ്റവും വിലയുള്ളതായി കാണാനായി ആഗ്രഹിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ചില ഭൗതിക അനുഗ്രഹങ്ങളുടെ പേരിൽ നമ്മളിൽ പലരും നമുക്ക് ലഭിച്ച കുടുംബങ്ങൾക്കുള്ളിലെ ഊഷ്മളതയെ നമ്മൾ പിന്നിലേക്ക് വെച്ചവരാണ്. നമുക്കൊരു നന്മ കിട്ടിയപ്പോൾ, സമ്പത്ത് വന്നപ്പോൾ, ജോലി കിട്ടിയപ്പോൾ, അനുഗ്രഹങ്ങൾ വർദ്ധിച്ചപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ദൈവം വിലയുള്ളതായി കാണാനായി നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വിലയുള്ളതായി കണ്ടിട്ടുണ്ടോ? പല കുടുംബങ്ങളിലും അനുദിനം ദൈവം അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ വർദ്ധിപ്പിച്ച് നൽകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും സമ്പത്തിൻ്റെ പേരിലാണ്. പല അനൈക്യങ്ങളും കുടുംബങ്ങൾക്കുള്ളിൽ വന്നു ചേരുന്നത് കുടുംബങ്ങൾക്കുള്ളിലുള്ള സമൃദ്ധിയുടെ പേരിലാണ്. പലപ്പോഴും അതിൻ്റെ വില ദൈവം എന്തിനാണിത് നൽകിയതെന്നത് പല കുടുംബങ്ങളും തിരിച്ചറിയാറില്ല. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. അതിനൊരു കാരണം അബ്രഹാം പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം. ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായി ഒരുമിച്ച് പോകാനായി അവർക്ക് കഴിഞ്ഞില്ല. അതിന് അബ്രഹാം പറഞ്ഞൊരു കാരണം: കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അബ്രഹാം ലോത്തിനോട് ഈ കാര്യങ്ങൾ സംസാരിക്കാനായി ആഗ്രഹിച്ചത്? അതിനൊരു കാരണമാണ്, കനാന്യരും പെരിസ്യരും ഈ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ കാരണം. അവർ ജീവിക്കുന്ന സ്ഥലത്ത്, അവർ ഇപ്പോൾ കൂടാരമടിച്ച് താമസിക്കുന്ന സ്ഥലത്ത് അബ്രഹാമും ലോത്തും അനുഗ്രഹത്തോടും സാമ്പത്തികമായും മൃഗസമ്പത്തിലും അഭിവൃദ്ധിപ്പെട്ട് ജീവിക്കുന്ന സ്ഥലത്ത് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ജീവിക്കുന്ന രണ്ട് വിഭാഗക്കാരുണ്ട്. ആരൊക്കെയാണവർ? ഒന്ന് കനാന്യർ, രണ്ട് പെരിസ്യർ. ഇവരുടെ മുന്നിൽ സഹോദര കുടുംബങ്ങളാകുന്ന ഞങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടാകുന്നത് അവർ കാണാനായി പാടില്ല. അതാണ് അബ്രഹാമിൻ്റെ ആഗ്രഹം. അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ ഉണ്ടാകുന്ന കലഹം അവിടെയുള്ള മറ്റൊരു വിഭാഗം ആൾക്കാർ, കനാന്യരും പെരിസ്യരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇത് കണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്താൻ ഇടയാകരുത് എന്നതാണ് അബ്രഹാമിൻ്റെ ആഗ്രഹം. നിങ്ങൾ ഓർക്കണം, നമ്മൾ ഏത് വഴക്കുണ്ടാക്കുമ്പോഴും മറ്റൊരാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് പാർക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏതെങ്കിലുമൊക്കെ പിണക്കമോ പ്രശ്നങ്ങളോ ഉണ്ടായി ആ സ്വരം പുറത്തേക്ക് എത്തുമ്പോൾ ആര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? നിങ്ങളുടെ ചുറ്റുപാടും താമസിക്കുന്നവർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറന്നു പോകരുത്. അബ്രഹാമിന് അതറിയാം. അബ്രഹാമും അബ്രഹാമിൻ്റെ സഹോദരൻ്റെ ഫാമിലിയും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഈ പ്രശ്നം കണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, കനാന്യരും പെരിസ്യരും. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഇത് കാണുന്നു എന്നത് നമ്മൾ ഒന്നാമത്തേതായി ഓർക്കേണ്ട ഒരു കാര്യമാണ്. അവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാർക്കറിയാം? അബ്രഹാമിനറിയാം. അബ്രഹാം ചിന്തിക്കുകയാണ്, അങ്ങനെ അവരെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാകും. ആ പ്രശ്നമെന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാവരാലും ദൈവനാമം വെറുക്കപ്പെടാൻ കാരണമായി തീരും. ദൈവത്തിൻ്റെ മക്കളാണല്ലോ അബ്രഹാമും ലോത്തും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണല്ലോ ഇവരുടെ വില വിട്ട് പെരുമാറിയാൽ, ഇവരുടെ വില കുറച്ച് ആ ദേശത്ത് അവർ പെരുമാറിയതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ നാമം അപമാനിക്കപ്പെടും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ, നിങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളിലുള്ള ആരെങ്കിലും തമ്മിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ കുടുംബങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ആ ദേശത്തിലെ മറ്റുള്ളവർ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അറിയാനും നിങ്ങളുടെ ദൈവത്തെ കുറ്റക്കാരനെന്ന് പറയാനും ഇടവരും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ പുറത്തൊരാൾ അറിയാതെ രമ്യമായി പരിഹരിക്കണം എന്നതാണ് ദൈവം നമ്മളോട് പറയാനായി ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? കിട്ടിയോ? ഒന്നുകൂടെ പറയാം.
നമ്മളെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തുള്ളവർ അറിയും. അറിഞ്ഞാൽ ആരെയൊക്കെ അവർ കുറ്റം പറയും? നിങ്ങളെയും കുറ്റം പറയും, നിങ്ങളുടെ നമ്മുടെ ദൈവത്തെയും അവർ കുറ്റപ്പെടുത്തും. അങ്ങനെ ദൈവം നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു കാരണം കൊണ്ട് ദൈവനാമം അപമാനിക്കപ്പെട്ടാൽ അതിൻ്റെ ശാപം ആരുടെ വീട്ടിൽ വരും? നമ്മുടെ വീട്ടിൽ വരും. അത് ക്ഷണിച്ച് വരുത്താതിരിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളോട് ദൈവത്തിൽ ആശ്രയിച്ച് പറയാനുള്ളൊരു കാരണം, ഒരിക്കലും വീടിനുള്ളിൽ വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാമത് എന്ത് സംഭവിക്കും? ചുറ്റുപാടുമുള്ളവർ അത് കേൾക്കും, അറിയും. അവരറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അപമാനിക്കപ്പെടും. അങ്ങനെ അപമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് അത് സഹിക്കാവുന്ന ഒരു കാര്യമല്ല. ഈ ഒരു കാര്യം അബ്രഹാം മനസ്സിലാക്കി. കാരണം ഒന്നുകൂടെ പറയണം, അടുത്ത് ആര് താമസിക്കുന്നുണ്ട്? കനാന്യരും പെരിസ്യരും താമസിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് കനാന്യരും പെരിസ്യരും ഈ പ്രശ്നം അറിഞ്ഞാൽ പ്രശ്നം രൂക്ഷമാകുമെന്ന് അബ്രഹാം പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം. ആരാണ് ഈ കനാൻ? ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിലുണ്ട്. കനാൻ്റെ പിതാവായ ഹാമുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഓർക്കണം, കനാൻ്റെ അപ്പൻ ആരാണ്? ഹാമിൻ്റെ അപ്പൻ ആരാണ്? ഹാമിൻ്റെ അപ്പൻ നോഹയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 3 പേര്, ഷേം, ഹാം, യാഫത്ത്. ഇങ്ങനെ 3 മക്കളുണ്ടായിരുന്നതിൽ ഒരു മകനാണ് ഹാമിൻ്റെ മകനാണ് കനാൻ. ഈ ഹാമിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഹാമിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഹാമിൻ്റെ മകനായ കനാൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ആ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം അപ്പൻ നോഹ വീഞ്ഞു കുടിച്ച് ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. അദ്ദേഹം കിടന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന വസ്ത്രം മാറിപ്പോയി. നഗ്നനായി അപ്പനായ നോഹ കിടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മകനായ ഹാം അവിടെ വന്നു. ഹാം വന്നിട്ട് അപ്പൻ്റെ നഗ്നത മറയ്ക്കുന്നതിന് പകരം ഹാം ഒരു തെറ്റ് ചെയ്തു. ഹാം ചെയ്ത തെറ്റ്, അവിടെ ഉണ്ടായിരുന്ന 2 സഹോദരന്മാരായ ഷേമിനെയും യാഫത്തിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അപ്പൻ നഗ്നനായി കിടക്കുകയാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ച് അപ്പനെ അപമാനിച്ചു. അപ്പോൾ കനാൻ ആരാണ്? ഇതേ സ്വഭാവമുള്ള ഹാമിൻ്റെ മകനാണ്. മനസ്സിലായോ? അപ്പോൾ ആർക്ക് ഈ സ്വഭാവമില്ല? നോഹയുടെ 2 മക്കളായ യാഫത്തിനും ഷേമിനും ഈ സ്വഭാവമില്ല. അവർ 2 പേരും അപ്പൻ്റെ നഗ്നത മറ്റുള്ളവർ കാണാതിരിക്കാൻ പുറകോട്ട് തിരിഞ്ഞു നിന്ന് 2 പേര് ഒരു വസ്ത്രം എടുത്ത് അതിൻ്റെ അഗ്രം പിടിച്ചുകൊണ്ട് വന്ന് അപ്പൻ്റെ മേൽ ഇട്ടു. അപ്പന് സുബോധം വന്നപ്പോൾ അപ്പൻ ഇതറിഞ്ഞു. ഹാം ചെയ്ത ഈ തെറ്റ് അറിഞ്ഞു. ഹാം ഈ തെറ്റ് ചെയ്തത് കൊണ്ട് ഹാമിനെ അല്ല അപ്പൻ ശപിച്ചത്. ആരെയാണ് ശപിച്ചത്? താഴോട്ട് വായിക്കുക. നമ്മൾ വായിക്കുന്നു 24-ാമത്തെ വാക്യം, 9-ാം അധ്യായം 24-ാമത്തെ വാക്യം. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ആരെ ശപിച്ചു? കനാനെ ശപിച്ചു. ഈ കനാൻ്റെ മക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കനാൻ്റെ മക്കൾ 10-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് സീദോൻ, നമ്മൾ വായിക്കുന്നുണ്ട് സീദോന്യർ, അതിൽ നിന്നുണ്ടായവരാണ്. ഹിത്യർ എന്ന് കേട്ടുണ്ട്, ഹിറ്റൈറ്റ്സ്. പിന്നെ യബൂസിയർ, അമോന്യർ എന്ന് നമ്മൾ വിളിക്കും. ഗിർഗാഷ്യർ എന്ന് വിളിക്കുന്നവരാണ് ഗിർഗാഷ്യൻ്റെ മക്കൾ. ഹിവ്യൈറ്റ്സ്. ഇങ്ങനെ കുറേ മക്കൾ അവനിൽ നിന്നുണ്ടാവുകയാണ്. ഇവരെ എല്ലാം ശപിക്കപ്പെട്ടവരായിട്ടാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ കനാന്യരുടെ ഒരു ഉപവിഭാഗമായിരുന്നു പെരിസ്യരും. പെരിസ്യരും. അപ്പോൾ ഇനി പറഞ്ഞേ, ഇവരുടെ സ്വഭാവം എന്താണ്? കനാന്യരുടെയും പെരിസ്യരുടെയും സ്വഭാവം മനസ്സിലായില്ലേ? എന്താണ് അവരുടെ സ്വഭാവം? ഒരു കാര്യം കണ്ടാൽ നാട് മുഴുവനും പോയി പറയും. ആരെപ്പോലെ? അപ്പനെ പോലെ. കനാൻ്റെ അപ്പനായ ഹാം എന്താണ് തെറ്റ് ചെയ്തത്? അപ്പൻ്റെ നഗ്നത പോലും നാട് മുഴുവനും പറയാനായി ശ്രമിച്ചവനാണ് ഹാം. അതേ സ്വഭാവം ഉള്ളത് കൊണ്ട്
പുരുഷനായ നോഹയാൽ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന മനുഷ്യനാണ് കനാൻ. അപ്പോൾ കനാൻ്റെ മേൽ ഈ ശാപം കിടപ്പുണ്ട്. കനാൻ ഏത് കാര്യം കണ്ടാലും കേട്ടാലും നാട് മുഴുവനും പോയി പറഞ്ഞ് ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ കാര്യത്തെ നാശകോലമാക്കും. ഇതാർക്കറിയാം? ആർക്കറിയാം? അബ്രഹാമിനറിയാം. മനസ്സിലായോ? ഇത് അബ്രഹാമിന് അറിയാം. അതുകൊണ്ടാണ് അബ്രഹാം പറയുന്നത്, നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മളോട് കൂടെ താമസിക്കുന്നത് ഇവന്മാരാണ്, കനാന്യരും പെരിസ്യരും. നമ്മൾ തമ്മിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി, ഇവന്മാർ തീ കത്തിക്കുന്നത് പോലെ കാട് കത്തിച്ച് ഈ ദേശം മുഴുവനും പറയും, ദൈവത്തിൻ്റെ മക്കളായ അബ്രഹാമിൻ്റെ കുടുംബവും ലോത്തിൻ്റെ കുടുംബവും വലിയ പ്രശ്നത്തിലാണ്, ഇവർ നല്ലവരല്ല, ദൈവസ്നേഹം അവരോട് കൂടെയില്ല, ഇവർ പാപികളാണ്, തെറ്റുകാരാണ്, അധർമ്മികളാണ്, ഇവർ ഒരു ദൈവസ്നേഹവും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ് നമ്മളെ മാത്രമല്ല നമ്മുടെ ദൈവത്തെയും ഈ ദേശത്ത് ഇവർ താഴ്ത്തി കാണിക്കും. ഇവന്മാരുടെ സ്വഭാവം അതാണ്. അതുകൊണ്ട് നമ്മൾ വഴക്കുണ്ടാക്കാനായി പാടില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന കാര്യം മനസ്സിലായോ? അബ്രഹാം എന്തുകൊണ്ടാണത് മനസ്സിലാക്കിയത്? അബ്രഹാമിൻ്റെ കൂടെ താമസിക്കുന്ന കനാന്യരും പെരിസ്യരും ഈ രീതിയിൽ സ്വഭാവം ഉള്ളവരാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും ഇതുപോലെ ഈ കനാൻ്റെ സ്വഭാവമുള്ള ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം കണ്ണിലെ കരട് എടുക്കില്ല, കൂട്ടുകാരൻ്റെ കണ്ണിലെ കരട് എടുക്കാനായി ശ്രമിക്കുകയും ചെയ്യും. സ്വന്തം വീട്ടിലെ പ്രശ്നം മറച്ചു വയ്ക്കും. കനാൻ്റെ വീട്ടിലെ പ്രശ്നം നിങ്ങൾക്കറിയാം. കനാൻ ഈ തെറ്റ് ചെയ്ത് ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്, തലമുറകളും ശപിക്കപ്പെട്ടവനാണ്. സ്വന്തം വീട്ടിലെ തെറ്റ് മൂടി വയ്ക്കുകയും തൊട്ടടുത്ത വീട്ടിലെ പ്രശ്നം നാട് മുഴുവനും പറഞ്ഞറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ ഇന്ന് വസിക്കുന്നത് ഇതുപോലെ കനാൻ്റെ സ്വഭാവമുള്ള ആൾക്കാരുടെ ഇടയിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കനാന്യ ദേശവാസികളുടെ ഇടയിലാണ് നിങ്ങൾ പാർക്കുന്നതെന്ന് ഓർത്ത് ചുറ്റുപാടും ആരും അറിയാതെ നിങ്ങളുടെ വീട്ടിലെ കലഹങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണം. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവരിത് അറിയുകയും മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ നാമത്തെ പറഞ്ഞ് ദുഷിപ്പിക്കുവാൻ ഇതൊരു കാരണമായും തീരും. ഇതാര് മനസ്സിലാക്കി? അബ്രഹാം മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? അബ്രഹാമിൻ മനസ്സിലാക്കിയ കാര്യം, അബ്രഹാമിന് ദൈവം കൊടുത്തൊരു വിലയുണ്ട്. ആ വിലയും നിലയും വിട്ട് പെരുമാറാനായി പാടില്ല. പെരുമാറിക്കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ളവർ ഇത് കാണും, ദൈവനാമം മോശമാക്കപ്പെടും. നമ്മളോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ദൈവം നിങ്ങൾക്കൊരു വില തന്നിട്ടുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ, അയൽക്കാരുടെ മുന്നിൽ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള വിലയെ നശിപ്പിക്കരുത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, വീട്ടിനുള്ളിൽ മാതാപിതാക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകരുത്. നിങ്ങൾ ചോദിക്കും, വഴക്കുണ്ടായ എന്ത് പ്രശ്നം? ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തറിയാതെ നോക്കണം. രണ്ടാമത്, ആ വീടിനുള്ളിൽ തന്നെ ആ സങ്കടങ്ങൾ, ആ വിഷമങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണം. മൂന്നാമതൊരാൾ നിങ്ങൾ കാരണം ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കാനായി ഇടവരുത്തരുത്. അങ്ങനെ അബ്രഹാം ലോത്തിനോട് കാര്യം പറഞ്ഞു, നീ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ നാമമാണ് ഇതിലൂടെ ഈ ദേശത്ത് വളരെയധികം അപമാനിക്കപ്പെടേണ്ടതായിട്ട് വരുന്നത്. കനാന്യരും പെരിസ്യരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 8-ാം വാക്യം, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ. അബ്രഹാം പറയുന്നത് ഒരു റിക്വസ്റ്റാണ്. അബ്രഹാമിനാണ് ആ ദേശത്ത് ബഹുസമ്പന്നൻ. വേണമെങ്കിൽ അബ്രഹാമിനൊരു കമാൻഡ് ചെയ്ത് പറയാം. പക്ഷേ അതല്ല പറയുന്നത്. അബ്രഹാം വിനയത്തോട് പറയുകയാണ്, നമ്മൾ തമ്മിൽ പിണങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ വീട്ടിൽ ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണത് പരിഹരിക്കേണ്ടത് എന്നത് അബ്രഹാം പറയുകയാണ്. നമ്മളത് ശാഠ്യത്താലല്ല പരിഹരിക്കേണ്ടത്, ദേഷ്യത്താലല്ല അത് പരിഹരിക്കേണ്ടത്, കോപത്താലല്ല അത് പരിഹരിക്കേണ്ടത്. അബ്രഹാം പറഞ്ഞതുപോലെ ശാന്തമായ വാക്കുകൾ പറഞ്ഞ് അതിനെ പരിഹരിപ്പിക്കണം. അബ്രഹാമിന് വേണമെങ്കിൽ, അബ്രഹാമിൻ്റെ കയ്യിൽ ഫുൾ പവറുണ്ട്, വേണമെങ്കിൽ നിർബന്ധത്തോടെ പറയാം, നിൻ്റെ ആളുകളോട് ഇനിമേൽ എൻ്റെ ആളുകളോട് പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊരു ടോണിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. വളരെ ശാന്തനായി, വളരെ സൗമ്യതയോടെ അബ്രഹാം പറയുകയാണ്, നമ്മൾ തമ്മിൽ പിണക്കത്തിൻ്റെ ആവശ്യമുണ്ടോ?
ആ ഒരു സൗമ്യത നമ്മുടെ വീടുകളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ ഉണ്ടാകണം. അതാണ് രണ്ടാമത് നമ്മുടെ വിലയെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മുടെ വില വർദ്ധിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ വീട്ടിലെ സൗമ്യമായ സംഭാഷണങ്ങൾ നിങ്ങളുടെ വിലയെ വർദ്ധിപ്പിക്കും. നിങ്ങൾ അധികം ശാഠ്യമായി സംസാരിക്കുന്നത് കൊണ്ടോ അധികം കോപപ്പെടുന്നത് കൊണ്ടോ നിങ്ങളുടെ വില വർദ്ധിക്കുകയല്ല, നിങ്ങളുടെ വില എന്തു ചെയ്യും? ഇടിയും. ഓർത്തോളണം, നിങ്ങളുടെ വില എന്തു ചെയ്യും? ഇടിയും. നിങ്ങൾ എത്രത്തോളം ശാന്തമായി സംസാരിക്കുമോ അത്രത്തോളം നിങ്ങളുടെ വില വർദ്ധിച്ചു വരും. അബ്രഹാമിൻ്റെ വില വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. അബ്രഹാം പറഞ്ഞു, നമ്മൾ തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. വളരെ സോഫ്റ്റായി, വളരെ കാമായിട്ട് അത് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, മൂന്നാമത്തെ കാര്യം, നീ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുക, ബാക്കി പോർഷനിലേക്ക് ഞാൻ പോകാമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ നീരോട്ടമുള്ള സ്ഥലങ്ങളെല്ലാം ലോത്ത് തിരഞ്ഞെടുത്തു. ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളാണ് പിന്നീട് അതീവ ശാപഗ്രസ്തമായ സ്ഥലങ്ങളായി മാറിയത്. ഏതൊക്കെയാണ്? ലോത്ത് അവൻ്റെ അതിർത്തി വിസ്തൃതമാക്കി ഒടുവിൽ സോദോം ഗൊമോറ വരെ അവൻ്റെ അതിർത്തിയെ വിസ്തൃതമാക്കി. അവിടെ എത്തിയപ്പോൾ അവർ തമ്മിൽ പിരിയുകയാണ്. സോദോം ഗൊമോറ വരെ എത്തുന്ന സമയത്ത് അബ്രഹാം ലോത്തുമായിട്ട് പിരിയുകയാണ്. അപ്പോൾ എല്ലാ സമൃദ്ധിയുള്ളതും കൊണ്ട് ലോത്ത് പോയി. എന്നാൽ അബ്രഹാമിനോട് ദൈവം ഈ സമയത്താണ് പ്രത്യേകിച്ച് നേരിട്ട് വന്ന് സംസാരിക്കുന്നത്. നമ്മൾ വായിക്കുന്നു 14 വാക്യം, ലോത്ത് അബ്രഹാമിനെ വിട്ട് പോയി. അപ്പോൾ ദൈവം അബ്രഹാമിനോട് അടുത്ത് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ഹൃദയപൂർവ്വം ക്ഷമിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കയില്ല. അബ്രഹാം തൻ്റെ സഹോദരനോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ചു. അവന് വിട്ടുകൊടുക്കേണ്ടതെല്ലാം വിട്ടുകൊടുത്തു. അവനിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ്. ദൈവം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ വില ഏറ്റവും വർദ്ധിച്ചു വരുന്നത് ക്ഷമയിലൂടെയാണ്, വിട്ടുകൊടുക്കുന്നതിലൂടെയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മൂല്യം അല്ലെങ്കിൽ അവൻ്റെ വില ഇരിക്കുന്നത് അവൻ്റെ ക്ഷമ എന്നൊരു ക്വാളിറ്റിയിലാണ്. അബ്രഹാം ചെയ്ത മൂന്നാമത്തെ കാര്യം, അബ്രഹാമിൻ്റെ വില വർദ്ധിച്ചു വന്നത് അബ്രഹാം തൻ്റെ പുത്രനോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കുകയാണ്, എല്ലാം വിട്ടുകൊടുക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളുടെ വില എന്നത് നിങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിലല്ല, നിങ്ങളുടെ വില ഇരിക്കുന്നത് നിങ്ങൾ പുറത്തു കൊടുക്കുന്നതിലാണ്. ആരോടൊക്കെയാണ് നിങ്ങൾ പൊറുക്കേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ചെയ്ത തെറ്റുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്നും നിങ്ങളുടെ ഭർത്താവിൽ നിന്നും നിങ്ങൾക്ക് ഭയങ്കരമായ മുറിവേറ്റിട്ടുണ്ടായിരിക്കും, ഭയങ്കരമായ സങ്കടം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് അതികഠിനമായ ഘോരമായ വേദന നിങ്ങൾക്കുണ്ടായിരിക്കും. പക്ഷേ ദൈവം പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് അങ്ങനെ ഒരു വേദന അവരിൽ നിന്ന് ഏൽക്കേണ്ടതായി വന്നു എങ്കിൽ പോലും ആ വേദനയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നിങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം. അബ്രഹാം എന്ത് ചെയ്തു? പൂർണ്ണമായി അതെല്ലാം ക്ഷമിച്ച് എല്ലാം വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിനുള്ളിൽ വച്ചിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വായിക്കുക 14 വാക്യം, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം. അപ്പോൾ വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു, പൂർണ്ണമായിട്ട് മനസ്സിലൊന്നും വച്ചിട്ടില്ല, ഹൃദയത്തിൽ നിന്ന് എല്ലാം വിട്ടുകൊടുത്തു, എല്ലാം വച്ചൊഴിഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് അബ്രഹാമിനെ തേടി ഒരാൾ വന്നു. അതാരാണ്? ദൈവം. അപ്പോൾ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന വിലയ്ക്കൊത്ത് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിലയേറിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. മനസ്സിലായോ? നമ്മൾ ഏറ്റവും വിലയേറിയതായി ഈ ലോകത്തിൽ കാണുന്നതിനെ വിട്ടുകൊടുത്താൽ ദൈവം അതിനേക്കാൾ വിലയുള്ളത് നമുക്ക് തരും. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ലോകത്തിൽ വിലയുള്ളതായി കാണുന്ന സമ്പത്ത്, മറ്റ് കാര്യങ്ങൾ, നിങ്ങളത് വിട്ടുകൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിനേക്കാൾ വിലയുള്ള ദൈവം നിങ്ങളുടെ മുന്നിൽ വരും. ലോത്തിൻ്റെ മുമ്പിൽ ദൈവം വന്നോ? ഇല്ല. ആരുടെ മുമ്പിൽ ദൈവം വന്നു? അബ്രഹാമിൻ്റെ മുമ്പിൽ വന്നു. എന്താണ് കാരണം? ചിലത് നിങ്ങൾ വിട്ടുകൊടുക്കുക. നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഗിവ് വിത്തൗട്ട് കൗണ്ടിങ് ദ കോസ്റ്റ്. വില നോക്കാതെ ചിലത് നിങ്ങളങ്ങ് വിട്ടുകൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾ തോൽക്കുമായിരിക്കും. നിങ്ങളുടെ വീട്ടിലൊരു വഴക്കുണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് സൗമ്യമായി കൊടുത്താൽ നിങ്ങൾ തോൽക്കുമായിരിക്കും. നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിലോ നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിലോ സഹോദരങ്ങളുടെ മുന്നിലോ നിങ്ങൾ ചിലപ്പോൾ തോക്കുമായിരിക്കും. പക്ഷേ വില നോക്കരുത്.
നിങ്ങളുടെ വില അവിടെ ഇടിയുമെന്ന് കരുതി നിങ്ങളവിടെ തോറ്റു കൊടുക്കാതിരിക്കരുത്. നിങ്ങളവിടെ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം വിലയുള്ളവനാക്കി മാറ്റും. നിങ്ങളുടെ ദൈവം നിങ്ങളെ വിലയുള്ളവനാക്കി മാറ്റും. അല്ലാതെ ഞാൻ എന്ന് ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളുടെ വില വർദ്ധിപ്പിക്കാനായി സാധിക്കുകയുമില്ല. നിങ്ങൾ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയെ ദൈവം വർദ്ധിപ്പിക്കും. യേശു പറയുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയെ ദൈവം വർദ്ധിപ്പിക്കും. ദൈവം അവിടെ വന്നു. എന്നിട്ട് അബ്രഹാം തലപൊക്കി നോക്കി. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 4 ദിക്കിലോട്ട് നോക്കാൻ പറഞ്ഞു. വടക്കോട്ട്, തെക്കോട്ട്, കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, 4 ദിക്കിലോട്ടും. ഏത് ദിക്കിലോട്ടാണ് ലോത്ത് പോയത്? ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശത്തോട്ട് മാത്രം അവിടെ പോവുകയാണ്. ആ ദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹോവയുടെ തോട്ടം പോലെ ഇരുന്ന സ്ഥലം. അതിൻ്റെ അർത്ഥം എന്താണ്? ഏദൻ തോട്ടം പോലെ ഫലസമ്പുഷ്ടിയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ അവൻ കിഴക്കോട്ട് യാത്രയായി. കിഴക്കേ ദേശത്തോട്ട് ലോത്ത് പോയി. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എഴുന്നേറ്റ് 4 ദിക്കിലേക്ക് നോക്കാൻ പറഞ്ഞു. പിറകിലേക്ക്, മുന്നോട്ടും 2 വശത്തിലേക്കും നീ നോക്ക് എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. എന്നിട്ട് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടി പോലെ വർദ്ധിപ്പിക്കും. ദൈവത്തിൻ്റെ ദൂത് ദൈവം പറയുകയാണ്, നീ എല്ലാം വിട്ടുകൊടുത്തല്ലോ, നീ ഒന്നും പിടിച്ചു വച്ചില്ലല്ലോ, നീ അവനോട് ക്ഷമിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ 4 വശത്തേക്ക് പരക്കുമാറാക്കും. ഞാൻ നിന്നെ നെറുകയും കുറുകയും വർദ്ധിപ്പിക്കും എന്ന് ദൈവം പറഞ്ഞു. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വില നോക്കാതെ വിട്ടുകൊടുക്കണം. മനസ്സിലായോ? പല സമയത്തും പലരോടും വില നോക്കാതെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ദൈവസന്നിധിയിൽ നമ്മൾ വിനയത്തോടുകൂടെ നമ്മളെപ്പോഴും ജയിക്കാനായി ശ്രമിക്കാതെ നമ്മുടെ വില പോയാൽ നമ്മൾ അല്പം താഴ്ന്നു കൊടുക്കാനായി ശ്രമിക്കണം. അങ്ങനെയായാൽ ദൈവം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കാമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തരാമെന്ന് ദൈവം പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത് ആ അനുഗ്രഹം വാങ്ങിയെടുക്കേണ്ടതാണ് അടുത്ത കാര്യം. ദൈവം നൽകിയ അനുഗ്രഹം വാങ്ങിയെടുക്കണം. ദൈവം നൽകിയ അനുഗ്രഹം വാങ്ങിയെടുക്കണമെന്നുണ്ട് എങ്കിൽ അബ്രഹാം ചെയ്ത അടുത്ത കാര്യം നമ്മൾ പഠിക്കണം. എന്താണ് അബ്രഹാം ചെയ്തത്? അബ്രഹാം നേരെ പോയത് ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൻ്റെ അരികെയാണ്. അവിടെ പോയി ഒരു യാഗപീഠം പണിതു ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കണമെന്നുണ്ട് എങ്കിൽ, അനുഗ്രഹിക്കണമെന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്ന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞ ബ്ലെസ്സിങ് ഏറ്റെടുത്ത് ദൈവ ആരാധനകളോട് ചേർന്ന് വരണം. മനസ്സിലായോ? ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് വച്ചു എന്ന് പറഞ്ഞ് ആ വാഗ്ദത്തം കിട്ടണമെന്നില്ല. ആ വാഗ്ദത്തം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, ഞാൻ നിന്നെ ബ്ലസ് ചെയ്ത് ഈ ലോകത്തിൽ ഏറ്റവും അത്യുന്നതനാക്കും, തലമുറകളെ അനുഗ്രഹിക്കും. വെറുതെ ഇരുന്നെന്ന് പറഞ്ഞ് ഈ അനുഗ്രഹം കിട്ടില്ല. അതിനിച്ചിരി വിലയുണ്ട്. വില കൊടുത്ത് വേണം ആ അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കാനായിട്ട്. ആ വിലയെന്ന് പറയുന്നതാണ് ദൈവസന്നിധിയിലെ ആരാധന. ഞാൻ പല ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ വില കുറച്ച് കാണുന്ന ഓരോ ആരാധനയും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങൾ കുറയപ്പെടാനായി കാരണങ്ങളായിട്ട് മാറ്റപ്പെടും. നമ്മുടെ പള്ളിയിൽ ഒത്തിരി ആരാധനകളുണ്ട്, ഒത്തിരി കൂട്ടായ്മകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എത്ര എണ്ണമാണ് അതിൽ നിന്ന് നേടിയെടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എല്ലാവർക്കും വേണ്ടിയാണ് ഈ ആരാധനകളെല്ലാം ക്രമീകരിക്കപ്പെടുന്നത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് നല്ല വാഗ്ദത്തങ്ങളുണ്ട്. നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ദൈവം എന്ത് ബ്ലെസ്സിങ് ആണ് തരേണ്ടതെന്ന് ദൈവം പദ്ധതി പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം നോക്കുന്നത്, ഞാൻ ഈ ഒരു ബ്ലെസ്സിങ് ഈ കുടുംബത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ദൈവം ഏറ്റവും വിലയുള്ളത് ഒരു കുടുംബത്തിന് നൽകാനായി ആഗ്രഹിക്കുമ്പോൾ ദൈവം അടുത്തൊരു കാര്യം നോക്കും, ഈ കുടുംബം എന്നെ വന്ന് ആരാധിക്കുമോ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണം. ഈ കുടുംബം എന്നെ ആരാധിക്കുമോ? ആരാധനയുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ബ്ലെസ്സിങ്സും നിൽക്കുന്നത്. വാഗ്ദത്തങ്ങൾ ദൈവം പറയും, പക്ഷേ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അബ്രഹാമിന് അതറിയാം.
അതുകൊണ്ട് അബ്രഹാം ഈ വാഗ്ദത്തം റിസീവ് ചെയ്ത ഉടനെ നേരെ പോയി ഒരു യാഗപീഠം പണിത് നേരെ ആരാധനയ്ക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കയറുകയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി നിങ്ങളോട് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങളുടെ വീട്ടിൽ അടങ്ങിയിരുന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് അനുഗ്രഹം വന്ന് കയറില്ല. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞ ആ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയോടെ ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ നിങ്ങൾ പോയി വിലയുള്ളവനായ ദൈവത്തെ ആരാധിക്കണം. എങ്കിലേ വിലയേറിയ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം സമൃദ്ധിയായി ചൊരിയുകയുള്ളൂ. അബ്രഹാം അങ്ങനെ ആരാധിച്ചാണ് ഈ നന്മകളെല്ലാം നേടിയെടുക്കുന്നത്. അനുഗ്രഹം കൊടുക്കാമെന്ന് പറഞ്ഞു, വെറുതെ ഇരുന്നില്ല. ഉടനെ അതിൻ്റെ വില മനസ്സിലായി. നമുക്കെന്തുകൊണ്ട് ഈ വില മനസ്സിലാകുന്നില്ലെന്നറിയാമോ? നമ്മൾ വിചാരിക്കും നമ്മൾ വെറുതെ ഇരുന്നാൽ ഇതെല്ലാം കിട്ടുമെന്ന്. വെറുതെ ഇരുന്നാൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ നിങ്ങളുടെ കരങ്ങളിലേക്ക് അത് എത്തത്തില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സാണ് അബ്രഹാം പിതാവ് നമ്മളോട് പറയുന്നത്. എങ്ങനെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു? അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതിന് പിന്നിൽ അബ്രഹാം ദൈവത്തോടുള്ള ആരാധന മുറുകെ പിടിച്ച ഒരു മനുഷ്യനായിരുന്നു. വാഗ്ദത്തം വെറുതെ കിട്ടിയതല്ല, പറഞ്ഞ വാഗ്ദത്തം ആരാധിച്ച് വിശ്വാസത്താൽ നേടിയെടുത്തതാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വില കുറച്ച് കാണുന്ന ഓരോ ആരാധനയും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന വിലയേറിയ ചില അനുഗ്രഹങ്ങളെ സ്ലോ ഡൗൺ ചെയ്ത് കളയും. അതുകൊണ്ട് ആരാധനയോട് നമ്മൾ കാണിക്കുന്ന അനാദരവുകൾ അനുഗ്രഹങ്ങൾ വൈകിപ്പിക്കാനായി കാരണമാകും. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു സഭയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ചർച്ച് ഓഫ് മാസിഡോണിയ, ആ സ്ഥലത്തെ സഭയെക്കുറിച്ച് ദൈവം പറയുകയാണ്. ഈ സഭയിലെ ജനങ്ങൾ എങ്ങനെയാണ് അവർ വളർന്നു വന്നത് എന്ന് ഓർമ്മിപ്പിക്കാനായി ദൈവം പറയുന്നൊരു കാര്യമാണ്. അവർ എല്ലാ കാര്യങ്ങളിലും അവർ വിലയുള്ളതായി കണ്ടതുപോലെ അവർ വിലയുള്ളതായി കണ്ട സമ്പത്തും അവർ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തു എന്നതാണ്. 4-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 4-ാം വാക്യം. അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു. എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് താഴെ അപ്പോസ്തലൻ പറയും 6-ാം വാക്യം കഴിയുമ്പോൾ. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ വിശ്വാസത്തെ വിലയുള്ളതായി കാണുന്നു. രണ്ടാമത്, നിങ്ങൾക്ക് വചനമറിയാം, നിങ്ങൾ വചനത്തെ വിലയുള്ളതായി കാണുന്നു. നിങ്ങൾക്ക് പരിജ്ഞാനമുണ്ട്, പരിജ്ഞാനവും നിങ്ങൾ വിലയുള്ളതായി കാണുന്നു. നിങ്ങൾ പൂർണ്ണമായി ജാഗ്രതയുള്ളവരാണ്, നിങ്ങൾ അതിനെ വിലയുള്ളതായി കാണുന്നു. അതുപോലെ നിങ്ങൾ സ്നേഹമുള്ളവരാണ്, ആ സ്നേഹത്തെ നിങ്ങൾ വിലയുള്ളതായി കാണുന്നു. അതുപോലെ നിങ്ങൾ വിലയുള്ളതായി കാണേണ്ടുന്ന ഒരു കാര്യമാണ് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ സമർപ്പിക്കുക എന്നത്. ധർമ്മകാര്യത്തിലും നിങ്ങൾ മുന്തി വരുവിനെന്ന് പറയുകയാണ്. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വിലയുള്ളതാണ്, പക്ഷേ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും വില നോക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കാറുണ്ടോ? നിങ്ങളൊന്ന് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മയിൽ നിന്ന് 1 മാസം ദശാംശം മാറ്റിവെച്ച് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയും. ദൈവാലയത്തിന് വരുമാനത്തിന് വേണ്ടിയല്ല, ദൈവം അത് സഫീഷ്യൻ്റായിട്ട് തരും, എനിക്കതിൽ ഒരു സംശയവുമില്ല. അതിനുവേണ്ടിയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ദൈവം എന്നോട് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. നമുക്ക് വിശ്വാസം വിലയുള്ളതാണ്, നമുക്ക് വചനം വിലയുള്ളതാണ്, പരിജ്ഞാനം വിലയുള്ളതാണ്, നല്ല ജാഗ്രതയിൽ നമ്മൾ വിലയുള്ളവരാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുന്തി വരുന്നു, സ്നേഹത്തിൽ വിലയുള്ളതാണ്. അപ്പോസ്തലൻ പറയുന്നത് അതുപോലെ നിങ്ങൾ ദൈവിക കാര്യങ്ങളിൽ കൊടുക്കുന്നതിലും നിങ്ങൾ മുന്തി വരുവിൻ. 7-ാം വാക്യം, ഈ ധർമ്മകാര്യത്തിലും നിങ്ങൾ മുന്തി വരുവിൻ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പല കാര്യങ്ങളും നമുക്ക് വിലയുള്ളതാണ്, എന്നാൽ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ വില നോക്കി മാത്രമേ കൊടുക്കുകയുള്ളൂ. നമ്മൾ അവിടെ കൗണ്ട് ചെയ്യും. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറവ് വരുമോ, എനിക്കെന്ത് സംഭവിക്കും? അവിടെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, യു ഷുഡ് ഗിവ് വിത്തൗട്ട് കൗണ്ടിങ് ദ കോസ്റ്റ് വിച്ച് ഗോഡ് ഹാസ് ഗിവൺ യു. നിങ്ങൾക്ക് ദൈവം നൽകിയതിൻ്റെ കോസ്റ്റ് നോക്കാതെ നിങ്ങൾ അളവില്ലാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കൊടുക്കുമ്പോൾ ദൈവം പറയുന്നൊരു വാഗ്ദത്തമുണ്ട്. 12-ാമത്തെ വാക്യം, ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. നിങ്ങളുടെ പ്രാപ്തി എന്താണെന്ന്
നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രാപ്തി എന്താണ്? ദൈവാലയത്തിൽ 2 വെള്ളിക്കാശിട്ട വിധവയുടെ പ്രാപ്തി അവളാണ് നിർണയിച്ചത്. ദൈവത്തിനറിയാം അവളുടെ പ്രാപ്തി എന്തായിരുന്നു. 2 വെള്ളിക്കാശേ ഉള്ളൂ. ദൈവം പറയാൻ ഇവിടെയുള്ള പ്രാപ്തിയുള്ള എല്ലാവരെക്കാളും ഇവൾ സമൃദ്ധിയായിട്ട് ഇട്ടു. ദൈവം നിങ്ങൾക്ക് നൽകുന്ന പ്രാപ്തിയിൽ നിന്നാണോ നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചത്? അതിനനുസരിച്ചാണ് ദൈവം നിങ്ങൾക്ക് വിലയേറിയ അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പല കുടുംബങ്ങളും അഭിവൃദ്ധിയിലേക്ക് വരാത്തതിന് പിന്നുള്ളൊരു കാര്യം, നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മുന്തി വരുന്നില്ല എന്നതാണ്. ഈ കാര്യത്തിൽ നമ്മൾ മുന്തി വരുന്നില്ല, നമ്മൾ അവിടെ പിടിച്ചു വയ്ക്കും. നമ്മൾ പിടിച്ചു വയ്ക്കുന്നതിനനുസരിച്ച് ദൈവവും വിലയേറിയ പലതും നിങ്ങളുടെ മുന്നിലും അടച്ചു വയ്ക്കുമെന്നത് നിങ്ങൾ ഓർക്കണം. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം, അവിടെ നമ്മൾ ഓർക്കുന്നത്, അവിടെ ബഥാന്യയിലെ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ ഒരുമിച്ചിരിക്കുകയാണ്. വളരെ വിലയുള്ളതായ ഒരു കുപ്പി തൈലവുമായി ഒരു സ്ത്രീ വന്ന് യേശുവിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ആ തൈലത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നല്ല ജോലിയുള്ള ഒരു മനുഷ്യൻ്റെ 1 വർഷത്തെ വരുമാനത്തിന് തുല്യമായ വില കൊടുത്താൽ മാത്രമേ ഈ ഒരു തൈലം വാങ്ങാനായിട്ട് കഴിയുകയുള്ളൂ. അതിൻ്റെ അർത്ഥം അവൾ വില നോക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം അവൾ മാറ്റിവെക്കുകയാണ്. അത് മാറ്റിവെച്ച് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പലരും ചോദ്യം ചെയ്യുകയാണ്, എന്തിനാണ് ഈ പാഴ്ചെലവ്? ദൈവസന്നിധിയിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ അനുഗ്രഹം മനസ്സിലാക്കാത്ത പലരും നിങ്ങളോട് ചോദിക്കും, എന്തിനാണ് കൊടുക്കുന്നത്? എന്തിനാണ് ദൈവസന്നിധിയിൽ നിങ്ങൾ വേർതിരിക്കുന്നത്? അവരത് ചോദിക്കുമ്പോഴും അവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് യേശു പറഞ്ഞ ഒരു മറുപടിയുണ്ട്. യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇവൾ ഇത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ചുള്ള സുവിശേഷം എവിടെയെല്ലാം പറയുന്നോ അവിടെയെല്ലാം അവൾ ചെയ്ത കാര്യവും പറയും. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്തതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർക്കപ്പെടുമെന്നതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് വിലയുള്ളതായി കരുതി പിടിച്ചു വയ്ക്കുന്നതെല്ലാം പിന്നീട് നിങ്ങൾക്ക് വില കുറഞ്ഞതായി നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ വില നോക്കാതെ നിങ്ങൾ നൽകാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എല്ലാം ഉണ്ട്, എല്ലാം വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആ വീട്ടിലേക്ക് വരുന്നത് അതീയ സമൃദ്ധമായ നിലയിലാണ് ദൈവം കൊണ്ടുവരുന്നത്. നമ്മൾ വായിച്ചല്ലോ, ചർച്ച് ഓഫ് മാസിഡോണിയ, ആ സഭയെ ദൈവം അനുഗ്രഹിച്ചത് അതുപോലെയാണ്. അവരെല്ലാ കാര്യങ്ങളിലും വർദ്ധിച്ചു വന്നു. പക്ഷെ ഒരു കുറവ് അവർക്കുണ്ടായിരുന്നു. ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കുന്നതിൽ കൂടെ അവർക്ക് കുറവുണ്ടായിരുന്നു. അവർ വില നോക്കി കൊടുത്തവരായിരുന്നു. അപ്പോസ്തലൻ പറഞ്ഞു, വില നോക്കാതെ നിങ്ങൾ നൽകി നോക്കൂ. പിന്നീട് നമ്മൾ നോക്കിയാൽ ആ സ്ഥലം, ആ ദേശം, ആ സഭ ദൈവത്തിൻ്റെ കൃപയാൽ അതീവമായി അനുഗ്രഹിക്കപ്പെട്ടു. വില നോക്കാതെ കൊടുത്ത ഒരു സ്ത്രീ, അവളത് കൊടുത്തപ്പോൾ അവളെക്കുറിച്ച് വചനം എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ പരാമർശിക്കപ്പെടുകയാണ്. എന്നാൽ വില നോക്കിയ ഒരു മനുഷ്യനുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മർക്കോസ് 14:10. അവിടെ ഇസ്കരിയോത്താവായ യൂദ. 11-ാം വാക്യത്തിൽ അവൻ ചെന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് അവൻ പണം ചോദിക്കുകയാണ്. അവൻ പണം കൊടുക്കാമെന്ന് അവിടെ ഉണ്ടായിരുന്ന മഹാപുരോഹിതന്മാർ ഇസ്കരിയോത്താവ് യൂദയോട് വാഗ്ദത്തവും ചെയ്തു. അവൻ കൊടുക്കുന്നതിന് പകരം എന്തിനാണ് ശ്രമിച്ചത്? വിൽക്കാനാണ് ശ്രമിച്ചത്. ആരെ വിൽക്കാൻ? യേശുവിനെ വിൽക്കാനാണ് ശ്രമിച്ചത്. കൊടുക്കുന്നതിന് പകരം വാങ്ങാനായിട്ട് ശ്രമിക്കുന്നവരാണ് എങ്കിൽ യൂദയുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കൂടെ നമ്മൾ ഓർക്കണം. യൂദയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. യേശു നമുക്ക് ഏറ്റവും വിലയേറിയതായിട്ടാണ് ദൈവം നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ ഓർക്കണം. നമ്മുടെ ദൈവം അവൻ അത്യുന്നതനും അവൻ സർവ്വസമ്പന്നനുമായിരുന്നു. അവൻ്റെ സമ്പന്നതയിലാണ് നമ്മൾ സമ്പന്നരായി മാറ്റപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. നമ്മളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ പിടിച്ചു വയ്ക്കരുത്. ദൈവിക കാര്യങ്ങൾക്ക്, ശുശ്രൂഷകൾക്ക് നിങ്ങൾ കൊടുക്കണം. കൊടുക്കുന്നതിനനുസരിച്ച്, വില ഗണ്യമാക്കാതെ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് വിലയേറിയവനായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ എവിടെയൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മളിന്ന് പഠിച്ചത്, വഴക്കുണ്ടാക്കരുത്. വീട്ടിനുള്ളിൽ വഴക്കുണ്ടാക്കിയാൽ പറഞ്ഞു പരത്തുന്നവർ നമ്മുടെ ചുറ്റുപാടും കനാന്യരെയും പെരിസ്യരെയും പോലെ താമസിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ വഴക്കുകൾ പരസ്യമാകരുത്. 2,
അബ്രഹാം വിട്ടുകൊടുക്കുകയാണ്. സൗമ്യതയുള്ള വാക്കുകൾ പറഞ്ഞാണ് വിട്ടുകൊടുക്കുന്നത്. വീട്ടിൽ സൗമ്യതയോടുകൂടെ നിങ്ങൾ ഇടപെട്ട് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കണം. മൂന്നാമത്തത്, അബ്രഹാം ഏറ്റവും വിലയുള്ളതിനെ വില ഗണ്യമാക്കാതെ വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾക്ക് വിലയുള്ളതിനെ നിങ്ങൾ പിടിച്ചു വയ്ക്കുമ്പോൾ ദൈവത്തിന് വിലയേറിയത് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുകയില്ല. ലോകത്തിൽ വിലയേറിയതിന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അതിനേക്കാൾ വിലയേറിയത് കൊടുക്കാനായി അബ്രഹാമിൻ്റെ അരികിൽ വന്നു. ലോകത്തിൽ വിലയേറിയത് വിട്ടാലേ ദൈവം അതിനേക്കാൾ വിലയേറിയത് തരാവൂ. അബ്രഹാമിനോട് പറഞ്ഞു, ഒരു ദിക്കിലേക്കാണ് അവൻ പോയതെങ്കിൽ നിനക്ക് ഞാൻ 4 ദിക്കും തരും. ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് അവന് കൊടുത്തപ്പോൾ അവൻ ചെയ്തത് അത് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കണം. ഒരു യാഗപീഠം പണിത് പോയി അനുഗ്രഹിച്ചു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്തം പറഞ്ഞതുകൊണ്ട് ആയില്ല. ആ വാഗ്ദത്തം നേടിയെടുക്കണമെന്നുണ്ട് എങ്കിൽ നേരെ വന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പല കുടുംബങ്ങൾക്കും കിട്ടേണ്ട അനുഗ്രഹങ്ങൾ മുടങ്ങിക്കെടുക്കുന്ന ഒരു കാരണം വാഗ്ദത്തമുണ്ട്, പക്ഷെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആരാധനകളോട് കാണിക്കുന്ന അലംഭാവമാണ് അതിനുള്ള ഒരു കാരണം. വൺ ഓഫ് ദ റീസൺസ് അത് നിങ്ങൾ മനസ്സിലാക്കുക. ആരാധനയെ വിലയുള്ളവനായി കണ്ടാൽ ആരാധനയിന്മേൽ നായകനായ വിലയേറിയ ദൈവം നിങ്ങളെയും വിലയുള്ളതായി കാണും. അതുകൊണ്ടാണ് മാസിഡോണിയയിലെ സഭയെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നത്, എല്ലാ കാര്യങ്ങളിലും വർദ്ധിച്ചു വരുന്നത് പോലെ നിങ്ങൾ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിലും വർദ്ധിച്ചു വന്നാൽ നിങ്ങൾ ദൈവത്തിന് വിലയുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരുമാകും. അത് മനസ്സിലാക്കിയ ഒരു സ്ത്രീ 1 വർഷത്തെ വരുമാനമുള്ള എണ്ണ ദൈവസന്നിധിയിൽ വേർതിരിക്കുമ്പോൾ അവളെക്കുറിച്ച് പറയുകയാണ്, എന്നെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം നിന്നെക്കുറിച്ചും പറയും, ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ മക്കളായ നമ്മളെക്കുറിച്ചും പറയും. അതിന് ദൈവത്തിന് വിലയേറിയത് കൊടുക്കണം. എങ്കിൽ ദൈവത്തിന് വിലയേറിയത് കൊടുക്കാതെ ദൈവത്തിന് നമ്മൾ വിലയിട്ട് കഴിഞ്ഞാൽ യൂദയ്ക്ക് സംഭവിക്കുന്നത് പോലെ വിലയിടിയും. നമ്മൾ ഓർക്കുക, വിലയേറിയത് കൊടുക്കണമോ? കർത്താവിനെ വില കുറച്ച് കാണിച്ച് നമ്മുടെ വിലയ്ക്ക് ഒത്തവണ്ണം നമ്മൾ ഉയരാതിരിക്കണമോ? അനുഗ്രഹം നമ്മുടെ ചോയ്സാണ്. ആ അനുഗ്രഹം നമ്മൾ ഏറ്റെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ദൈവത്തോട് ചോദിച്ച് നിർണയിച്ച് നമ്മൾ തീരുമാനിക്കുക. ദൈവം സഹായിക്കട്ടെ.